ജനഹൃദയങ്ങൾ കീഴടക്കി പീരുമേട് LDF സ്ഥാനാർത്ഥിയുടെ പര്യടനവും സ്വീകരണ പരിപാടികളും സമാപിച്ചു. ഏലപ്പാറ ടൗണിൽ റോഡ് ഷോയോടുകൂടിയാണ് സ്വീകരണ പരിപാടികൾ സമാപിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. വോട്ട് അഭ്യർത്ഥിച്ച് സ്വീകരണ കേന്ദ്രത്തിലേക്കെത്തിയ LDF സ്ഥാനാർത്ഥി K. സലിംകുമാറിന് ഗംഭീര സ്വീകരണമാണ് നൽകിയത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരത്തിനൊടുവിൽ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി മണ്ഡലത്തിലുടനീളം നടന്നുവന്ന മണ്ഡലതല പര്യടനം ഇന്നലെ ഏലപ്പാറയിൽ സമാപിച്ചു. ഇന്നലെ രാവിലെ പുള്ളിക്കാനത്ത് നിന്നും തുടങ്ങി ഉളുപ്പൂണി, നരകക്കുഴി, കോട്ടമല, വട്ടപ്പതാൽ, വാഗമൺ, കോലാഹലമേട്, നല്ലതണ്ണി, കൊച്ചുകരുതിരുവി, ചെമ്മണ്ണ്, കിഴക്കേ ചെമ്മണ്ണ്, ചിന്നാർ, വള്ളക്കടവ്, ഹെലിബറിയ, കിളിപാടി, കോഴിക്കാനം, തണ്ണിക്കാനം, ഫെയർഫീൽഡ്, കാവക്കുളം, ബോണാമി, ടൈഫോഡ്, ഉപ്പുകുളം എന്നിവിടങ്ങളിലൂടെ ഏലപ്പാറയിൽ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് റോഡ് ഷോയും നടന്നു. വിജയിക്കും എന്ന് ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ അസംബ്ലി മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പര്യടന പരിപാടി ഇന്നിവിടെ ഏലപ്പാറയിൽ സമാപിക്കുമ്പോൾ ഉള്ള അനുഭവം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മത്സരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ അരാഷ്ട്രീയതയുടെ ഏത് അറ്റം വരെ, ഏത് താഴേക്കറ്റം വരെ കൊണ്ടുപോകാമോ, രാഷ്ട്രീയത്തെ മാറ്റി നിർത്താമോ, രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട്, വൈകാരിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ, തെരഞ്ഞെടുപ്പിന്റെ ഗൗരവത്തെ, തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളെ ഏറ്റവും വികലമായ തരത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ, അതിലേക്ക് എതിരാളികൾ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയം പറയാത്ത രാഷ്ട്രീയ എതിരാളികളോട് രാഷ്ട്രീയം പറയേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, ചില പരിമിതികളുണ്ട്. അവരിവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി ഏത് നാട്ടുകാരൻ അത് ഉന്നയിക്കുകയാണ്. അപരാഷ്ട്രീയം പറയാനുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്തുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരണമെന്ന് സൂചിപ്പിക്കാറുള്ള ആ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് കാരണമായിട്ടുള്ള കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ, ക്ഷേമ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി പറയാനുള്ള സമയത്തിൽ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ എടുക്കേണ്ടി വരുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന സമാപന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് R. തിലകൻ, സെക്രട്ടറി ES ബിജിമോൾ, VR ശശി, ജോസ് ഫിലിപ്പ്, അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, CS രാജേന്ദ്രൻ, PJ റജി, MJ വാവച്ചൻ, ജോണി ചെറുപറമ്പിൽ, T. ഗണേശൻ, രാരച്ചൻ നീറണാകുന്നേൽ, VK ബാബുക്കുട്ടി, ശാന്തി മുരുകൻ, ഭൂപേഷ് ഗുപ്ത, Y. ജയൻ, ആൻഡപ്പനൻ ജേക്കബ്, M. തങ്കതുരൈ, അഡ്വക്കേറ്റ് സോബിൻ സോമൻ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് ഏലപ്പാറ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. LKG, UKG, പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. എഫിഷ്യന്റ് ടീച്ചേഴ്സ്, സ്മാർട്ട് ക്ലാസ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം, IT ക്ലാസ്. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്കൂൾ ബസ് സർവീസ്, പ്ലേ പാർക്ക്, വാട്ടർ പ്യൂരിഫയർ. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന.